എല്ലാത്തിനും ഭക്ഷണം കഴിച്ചിട്ട് ഡാൻസ് കളിക്കാൻ പറയണ. അപ്പം മച്ചാമാരെ ഗുഡ് മോർണിംഗ്. ഇവിടെ ഓൾഡ് ഏജ് ഹോമിലുണ്ട്. കാലത്തിന് 8:30 എത്തിയേക്കാണ് ഞാൻ. അപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നുള്ളൂ. ഓൾറെഡി ഇവിടുത്തെ ഒരു അമ്മച്ചി സവാളയൊക്കെ പൊളിച്ചത് സഹായിക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഇന്നലെ തന്നെ ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. സംഭവങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ ബിരിയാണി പരിപാടി തുടങ്ങിയിട്ടുണ്ടാകുക. സവാള വറുത്ത് നമുക്ക് അങ്ങോട്ട് പരിപാടികൾ തുടങ്ങി. അപ്പോൾ മച്ചമ്പരെ നമുക്ക് കാലത്ത് തന്നെ നമ്മുടെ അമ്മമാരെ കിച്ചണിലാണ്ടെന്ന് ഇവിടെയാണ് കുക്കിങ്. അപ്പോൾ ഇവിടെ തന്നെ കുക്ക് ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ കൊടുക്കണതാണ്. ആദ്യം എത്തിയേക്കണത് നമ്മുടെ ചോപ്പനാണ്. കുറച്ച് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ തുടങ്ങിയാൽ ഈ പരിപാടിയൊക്കെ സെറ്റ് ആവുള്ളൂ. അവർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കണം, അവർ കറക്റ്റ് ടൈമിൽ മരുന്ന് കഴിക്കേണ്ട ആൾക്കാരൊക്കെ ആയിട്ട്. പ്രാവശ്യം കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ചെയ്യുന്നറിയാം കുറച്ച് നേരത്തെ അങ്ങോട്ട് വന്ന്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ നിങ്ങളെ കാണിക്കണം കേട്ടോ. ഓൾറെഡി നമ്മുടെ ഷിപ്പിൽ ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കിടക്കേണ്ട. ഷിപ്പിൽ ഉണ്ടാക്കിയ ബിരിയാണി തന്നെ സെയിം ബിരിയാണി ഉണ്ടാക്കിയത്. പക്ഷേ അവിടെ ഓവനിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇവിടെ ഓവനിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ലൈറ്റ് മസാല ഇടുന്നത്. പിന്നെ ഇതിൻ്റെ സെയിം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ബിരിയാണിൻ്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പോയി കാണാം. ഇത് ഞാൻ റെസിപ്പി അല്ല നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, റെസിപ്പിക്കുള്ള വീഡിയോ ഉള്ളത്. ഇത് ജസ്റ്റ് ഇന്നത്തെ കാര്യങ്ങൾ, ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് തിരക്കാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് ചേച്ചിമാർ ഇത്രയും സവാളക്കാരിഞ്ഞ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേച്ചിമാരാണ് എല്ലാ ദിവസവും, എനിക്ക് ഒരു ദിവസം മാത്രമേ ഇവർക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ഇവരെല്ലാ ദിവസവും അമ്മമാർക്ക് വേണ്ടി ഫുഡ് വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണ്. ആലോചിക്കുക മച്ചന്മാരെ നമ്മുടെ ബിരിയാണി റൈസിൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ. സമയം പരിമിതമാണ്. ഇനി പടപടാന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ചിക്കൻ്റെ പരിപാടിക്ക് ഓൾറെഡി ഇന്നലെ ഞങ്ങൾ വന്ന് രാത്രി അടുപ്പിച്ചായിരുന്നു. കാര്യങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നേരത്തെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ കുക്കിങ്ങിന് ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കി എടുക്കാം. പക്ഷേ കട്ട് ചെയ്യാനും സാധനങ്ങൾ അടുപ്പിക്കാനാണ് നമുക്ക് ഒരു പണി എന്ന് പറഞ്ഞാൽ. പിന്നെ കപ്പലിലാണെങ്കിലും ഞായറാഴ്ച ബിരിയാണി, ഇന്നും ഞായറാഴ്ച ബിരിയാണി. അപ്പോൾ നമുക്ക് ആ ഒരു ഞൊസ്റ്റയും കൂടി കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുണ്ടത്. ജോപ്പനോട് ഞങ്ങളുടെ കൂടെ വേറെ ആരും എത്തിയിട്ടില്ല. തല്ലു പിടിക്കില്ലേ, ഒരു നല്ല കാര്യം നിങ്ങൾക്ക് തല്ലു പിടിക്കരുത്. ഇതാണ് നിധി എടാ. ഇന്നലെ ഇവനും അവനും കൂടിയൊക്കെയാണ് രാത്രി ചിക്കൻ വാങ്ങിച്ച് ഓടി കിടന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മാരിനേറ്റ് ചെയ്തത്. ഇത് ടി വിയിൽ വരും. അപ്പൊ മച്ചാനെ അവസാനത്തെ നമ്മ റൈസിന്റെ പരിപാടി സെറ്റ് ആയിക്കൊണ്ടിരിക്കണ്. അപ്പൊ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മമാര് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ വന്നപ്പോ തന്നെ ഇനി അവർക്ക് അടിപൊളി നമ്മുടെ കപ്പലിൽ അടിപൊളി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ വേണം. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ റെസിപ്പി കപ്പലിൽ ഉണ്ടാക്കുന്ന വേറെ രീതിയിലാണ്. അത് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇത് നമ്മുടെ അമ്മമാർക്ക് വേണ്ടി സ്പെഷ്യലാണ്. അപ്പൊ അതിൽ കുറച്ച് നെയ്യ്, കുറച്ച് മസാല, കുറച്ച് സ്പൈസസ്, മസാല കാര്യങ്ങളൊക്കെ ഇട്ടേക്കണത്. ഓ കൈകൊള്ളിടാ. സ്റ്റീമാണ് ഏറ്റവും ഡേഞ്ചർ. എനിക്ക് ഇടക്കിടക്ക് പണി കിട്ടാറുണ്ട്. തെന്നരുത് കേട്ടാ. നിലത്ത് വെച്ച ജ്യോതിഷ് രാഹുലിനെ ജ്യോതിഷിനൊക്കെ മിസ് ചെയ്യണ്ട കേട്ടോ. കിവി മേബി. ഇനി നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാം. ചിക്കൻ മസാല ബാബാ. അയ്യോ എടാ, ഫ്രിഡ്ജിൽ കറിവേപ്പിലുണ്ടോ അടുത്ത്? ഇരിപ്പ് ശരിയല്ല. അപ്പൊ മച്ചാനെ നമ്മുടെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കണ്ട. നമ്മൊരു 60 പേർക്ക് കഴിക്കാനാണ് ഉണ്ടാക്കണ ബിരിയാണി. മഞ്ഞപ്പൊടി. അപ്പൊ മച്ചാനെ കപ്പലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ആദ്യം വന്നിട്ട് ഇതാണ് പരിപാടിന്ന്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് കുറേ ട്രക്കിങ്, ഹൈക്കിങ്, കുറേ അഡ്വഞ്ചർ പരിപാടി, ടൂർ ട്രിപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വന്നിട്ട് ആദ്യം തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. മച്ചാനെ ഞാനും ഈ ഓൾഡ് ഏജ് ഹോമുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടുത്തെ അപ്പുറത്ത് സ്കൂളിലാണ് പഠിച്ചത് ഞങ്ങളെല്ലാവരും. അപ്പോൾ അവിടെ റെഡ് ക്രോസ് എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു പരിപാടി ഉണ്ട്, ഇപ്പോഴും ഉണ്ട് റെഡ് ക്രോസ്. അപ്പം അന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിരുന്നു. അന്ന് ഞാനൊന്ന് 4-3 പഠിക്കേണ്ട. അപ്പോൾ അന്ന് കണ്ടു തുടങ്ങിയാണ് ഞാൻ ഇവിടുത്തെ വൃദ്ധസദനം. പക്ഷേ
അന്ന് ആ ചെറുപ്രായത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്താ വലുതായി, നമുക്കൊരു പ്രൊഫഷൻ കയ്യിലായി, നമുക്കൊരു ജോലി കയ്യിലായപ്പോൾ തൊട്ടാണ് ഞാനിവിടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. അത് ഒരു കുറച്ച് പാക്കറ്റ്സ് ബിസ്ക്കറ്റ്സും കാര്യങ്ങളും കൊടുത്തു തുടങ്ങിയാണ് ആദ്യം. അത് കഴിഞ്ഞ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ ആസ് എ ഷെഫ് എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചാരിറ്റി എന്ന് പറയുമ്പോൾ ഒരു പൈസ കൊടുത്തിട്ട് എന്തോന്ന് വെച്ചാൽ ചെയ്തോന്നല്ല, ആ ഒരു ടൈമിൽ അവിടെ ഉണ്ടാവണം, പ്രസൻസ് നമ്മുടെ ഉണ്ടാവണം, മനസ്സിലായോ? അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു പരിപാടി അവിടെ നടക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായാൽ ദ ടൈം നമുക്ക് കൊടുക്കുന്ന ടൈമാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലാണ്ട് എത്ര വലിയ കാര്യം ചെയ്തു എന്നല്ല. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലുത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ടൈമാണെന്ന് പറയും. ടൈം ആൻഡ് ദ പീപ്പിൾ അറൗണ്ട് അസ്. ഗീവ് വാല്യൂ ടു എന്താ പറയുക, നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വാല്യൂ കൊടുക്കുക, പിന്നെ സമയത്തിന് വാല്യൂ കൊടുക്കുക. ഇത് രണ്ടും പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റില്ല. അപ്പം മച്ചാനെ ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫിൽ. പിന്നെ നമ്മൾ ലൈഫിൽ എന്ത് ചെയ്താലും എന്ത് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എന്താ പറയുക, നിങ്ങൾ എനിക്ക് വേണ്ടി തരുന്ന ടൈം, ഈ വീഡിയോസ് കാണാൻ തരുന്ന ടൈം, അതും കൂടിയൊക്കെയാണ്. മച്ചാനെ കട്ട സപ്പോർട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഇത് കണ്ടിട്ട് മറ്റുള്ളവരും ഇതിലോട്ട് വന്നാൽ ഇവിടെ മാത്രം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അടുത്തുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഫുഡ് വെച്ച് കൊടുക്കാൻ പറ്റിയില്ലെന്ന് വെച്ചോ, നിങ്ങൾക്കൊരു തുണിക്കട ഉണ്ടെന്ന് വെച്ചോ, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വെച്ചോ, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുക, അല്ലാണ്ട് വലിയക്കാട്ട് എന്താ പറയുക കുറേ പൈസ കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. നിങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ, ഇപ്പം എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂറിനെ കൊണ്ടാവുന്ന കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഓരോരുത്തരെ ആൾക്കാരുടെ വലിപ്പം വെച്ചാണ്. ഇപ്പം നമ്മുടെ ജോജി മച്ചാൻ, പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഫുൾ ടൈം ജോബ് ഞാൻ കപ്പലിലായിക്കൊന്നും അറിയാല. നാട്ടിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും എനിക്ക്, കപ്പലിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക്, അതെല്ലാം ഞാൻ മാക്സിമം എൻ്റെ ടൈമും എൻ്റെ ആ ഒരു എല്ലാ കാര്യങ്ങളും എഫേർട്ടും ഞാൻ ഓരോരോ പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്നുണ്ട്, ഓരോരോ സ്ഥലത്താണെങ്കിലും. നിങ്ങളാരും ബോബി ചെമ്മണ്ണൂർ ആവാൻ ശ്രമിക്കേണ്ട, ഞാനാവാനും ശ്രമിക്കേണ്ട, ജോജി തമ്പി ആവാൻ ശ്രമിക്കേണ്ട. നിങ്ങളായിരുന്നിട്ട് നിങ്ങളുടെ സറൗണ്ടിൽ എന്താണ് നടക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തോന്നണ എന്താണ്, ആൾക്കാർക്ക് എന്താണ് വേണ്ടത്, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കാം. അപ്പം നമ്മുടെ സുകുമനും സുന്ദരനുമായ നിധിയാണ് അടുത്തത് ഇളക്കാൻ വന്നത്. ഇളക്കാറ് കേൾക്ക് കുത്തി ഇളക്കല്ലേ പറയുക. അതേ കൂടിയിട്ട് നിങ്ങൾ ടി വിയിൽ വരുമെന്ന് വെച്ചാൽ ടി വിയിൽ വരുന്നത് ഞാൻ പറയും. അപ്പം ഇത് നമ്മുടെ അർജുൻ്റെ വൈഫാണ് കേട്ടോ. പക്ഷേ ലേറ്റായി വന്ന് എന്തായാലും നമ്മൾ എന്തെങ്കിലും പണി കൊടുക്കണ്ടേ, അതുകൊണ്ട് മാത്രം എൻ്റെ അരിയണത്. ഇനിയാണ് ബിരിയാണി ആവാൻ പോണത് എല്ലാത്തിനും. അപ്പോൾ ചേട്ടൻ നമ്മ നൈസ് ദമ്മിടുന്നുണ്ട്. ഇത് അധികം ഫ്ലേവേർഡ് ഒന്നുമല്ല. ഇത് ഇങ്ങനെ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഹീറ്റ് വെച്ചല്ലേ അടിപൊളിയായിട്ട് ഇവിടെ മണങ്ങടെ പരക്കും. കറക്റ്റ് 12 മണിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ തീർത്താണ് കേട്ടോ. അവസാനം ഫൈനലി നമ്മുടെ കൊറിയാണ്ടർ ലഫും കൂടി ഇട്ടിട്ട് പരിപാടി അവസാനിപ്പിക്കാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും അടിപൊളി പരിപാടികൾ ഇനിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത കാര്യങ്ങൾ ചെയ്യണം ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ മച്ചാനെ ഇളക്കിക്കോ, ഇനി ഇളക്ക്. ഇല്ല. അപ്പോൾ ഇത് എന്നെ അളിയാനുണ്ടാ, നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ മൊത്തം ചെയ്ത് പുള്ളിയാണ്, ഞാൻ നട്ടില്ലാത്തപ്പോൾ. പിന്നെ അത് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ ഫ്രെയിമില്ലാത്ത ആളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു. പിന്നെ എൻ്റെ അമ്മ വന്നിട്ട് അമ്മനെ വിളിക്കും. ആണ് അളിയൻ. ഇതാണ് അമ്മ, ലജു അമ്മ. കുക്കിംഗ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ഇത് കൈ ബേണായി, അതുകൊണ്ടില്ലേ ഐസിലിട്ട് കുഴക്കേട്. അപ്പോൾ മച്ചാൻ വരെ
എല്ലാ പരിപാടി തീർന്നുണ്ട്. ഇനി കുറേ പേര് വരാനുണ്ട്. അപ്പോൾ 12 മണി 12:30 ആകുമ്പോൾ പരിപാടി തുടങ്ങും. അവരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. വാ കണ്ട, അവർ കാലത്ത് പ്രാർത്ഥനയിലാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ നിങ്ങളോട് ഇവിടെ എന്താണ് വന്ന് ഇവരോട് സ്പെൻഡ് ചെയ്യാന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടുത്തെ ആംബിയൻസ് ഉണ്ട്. വാ 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 ഇവിടെ വന്നിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. പിന്നെ അത് ഇവിടെ കുറേ കിളികൾ, കുറേ കോഴികളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. നിങ്ങളുടെ ഒരു കോൺസെപ്റ്റിൽ എന്ന് വെച്ചാൽ ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരെയും ഒരു അറിവിൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇവിടെ വന്നിട്ട് എന്നെ എക്സ്പീരിയൻസ് ചെയ്തത് ഇത് ശരിക്കും പറഞ്ഞാൽ നോക്കാൻ പറ്റാണ്ട് കൊണ്ടുവന്ന് ഇടണ സ്ഥലമല്ലത്. ഇതൊരു ബിസിനസ് അല്ല. നോക്കാൻ പറ്റാണ്ട് കൊണ്ടുവന്നിടുന്ന സ്ഥലമാണ് ഓൾഡ് ഏജ് ഹോം എന്നുള്ളത്. പക്ഷെ അതങ്ങനെയല്ല. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്, വേറെ സ്ഥലങ്ങളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ 38 ബെഡ് ഉണ്ട് ഇവിടെ. അത്രയും പേര് ഇവിടെ എടുക്കുള്ളൂ. അങ്ങനത്തെ കേസുകൾ മാത്രമേ എടുക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഒരു മാക്സിമം ആൾക്കാർ എന്താ പറയുക, മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ എന്താ പറയുക, നമുക്കൊരു ഫാമിലിയിൽ നമുക്ക് അത്രയ്ക്കും നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ മദറിനോടൊക്കെ സംസാരിച്ചിട്ട് അത് ജെന്യൂനാണെന്ന് ഇവർക്ക് തോന്നിയാൽ മാത്രമേ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യിക്കുള്ളവർ. ജെന്യൂൻ കേസാവണം. അല്ലാണ്ട് കുറേ പൈസ തന്നിട്ട് എൻ്റെ അമ്മനെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ ഇവിടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അവർ നോക്കൂല, മനസ്സിലായി? അതല്ല ഇവിടുത്തെ ഒരു സിസ്റ്റം. ബാക്കിയുള്ള സിസ്റ്റം അങ്ങനത്തെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഇതൊരു 3 നില കെട്ടിടമായേനെ. ഇവിടെ കുറേ ആൾക്കാരും ഉണ്ടായേനെ. ഇവിടെ അപ്പോഴും ഇപ്പോഴും 38 പേരുള്ളൂ, മനസ്സിലായോ? അങ്ങനത്തെ ആൾക്കാരാണ്. അച്ഛനോടും മകളോടും തല്ല് പിടിച്ചിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല ഇവിടെ. കൊണ്ടുപോയി തള്ളിയിടുന്ന ആൾക്കാരുമല്ല. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കണം. അതൊക്കെ ഇവിടെ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞത്. അല്ലാണ്ട് കുറേ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ പൈസ മുടക്കിയിട്ട് നിങ്ങൾ വല്ലയിടത്തും ഇവിടെ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ഇവിടെ വന്ന് എന്താണ് നടക്കണമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യണം, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഓക്കെ ഞാൻ വന്ന് എനിക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പോയി അടിച്ച് പൊളിക്കുക, അല്ലെങ്കിൽ കുറച്ച് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഇവിടെ കാര്യങ്ങൾ നടന്നോളും, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നോളും. പക്ഷെ അതല്ല ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണം. അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിങ്ങളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ മച്ചാനെ ഈ സ്ഥലം മറക്കണ്ട. മുനമ്പം പള്ളിപ്പുറം കോൺവെൻറ്റ് ജംഗ്ഷനിൽ ഗ്രേസ് വില്ല മറക്കണ്ട. ഫോൺ നമ്പർ കാര്യങ്ങൾ ഞാൻ അടി കൊടുക്കുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ ഒന്ന് ചെയ്യുക. ഞാൻ ഉണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുക. മച്ചാനെ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ദമ്മിട്ട് വെച്ചിരിക്കുന്ന ബിരിയാണി അതിപ്പോൾ ഒരു അരമണിക്കൂറിൽ നമ്മൾ പൊട്ടിക്കും. മച്ചാനിത് കണ്ട സ്റ്റീം അടിച്ചാണ്. ഇതൊരു ആയുർവേദം കൊണ്ടാണ്. ഇവിടുത്തെ ഒരു മദർ തന്നാണ് എനിക്ക്. ബേണിംഗ് ക്രീമില്ല, കപ്പലിലാണ് ഞങ്ങൾ ബേണിംഗ് ക്രീം യൂസ് ചെയ്യും. ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് എന്ന് പറഞ്ഞൊരു അനാഥാലയം കൂടി പ്ലസ് ഒരു സ്കൂളും കൂടി ഇവരുടെ ഒരു ബ്രാഞ്ചിൽ അപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇത് അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഓൾഡ് ഏജ് ഹോമാണിത്. പിന്നെ നമ്മൾ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാലും കുറേ ചാരിറ്റി കുറേ പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോണ ഒരു വിഭാഗമാണ് ഈ ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞൊരു സംഭവം. മാക്സിമം ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ട്. വരാമെന്ന് പറഞ്ഞവരും കുറേ പേര് വരാമെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ എത്തിയിട്ടില്ല. അപ്പോൾ മാക്സിമം നമ്മുടെ ഫ്രണ്ട്സ് അത് തന്നെ മതി. അല്ലാണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്യാനൊന്നും വേണ്ട. ഓൺലൈനിൽ ശരിയാണ് കുറേ പേര് സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾ വരാമെന്നൊക്കെ പറയും. പക്ഷേ ഇതെല്ലാവരും ഇൻട്രസ്റ്റാണ്. പിള്ളേർക്ക് സഹായിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് അമ്മമാർ, ആരുമില്ലാത്ത അമ്മമാർ. പക്ഷേ ആരുമില്ലാന്ന് അവർ പറയുന്നു. പക്ഷേ അവർക്ക് ഇഷ്ടംമാർ പേരുണ്ട്. അവരുടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും മതി നമുക്ക് ലൈഫിലോട്ട് മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം അടിയിൽ. ഞാൻ തൃപ്തിയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചാൽ നേരത്തെ ബിരിയാണി ദം ചെയ്യാൻ പറ്റി എനിക്ക്. അത് തന്നെ വലിയൊരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ സമയം കിട്ടി. നേരത്തെ 8:30 വന്നുകൊണ്ട് സമയം കിട്ടി എല്ലാത്തിനും. ഭക്ഷണം ഒരുക്കുവാണ്. വിഷ്ണുവിൻ്റെ കൂട്ടുകാരും മമ്മിയും ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, ചേരോട് ചേർത്ത് പിടിക്കുവാൻ, നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ഈ സമൂഹത്തിൽ ഒത്തിരിയേറെ നല്ല വ്യക്തികളുണ്ട് എന്നാണ് ഈ വിസിറ്റിൻ്റെയൊക്കെ സൂചന നമുക്ക് നൽകുന്നത്.
അപ്പോൾ നമ്മുടെ സമൂഹം ഇന്ന് നമ്മളോട് കാണിക്കുന്ന ഈ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും നമ്മൾ എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇവരെപ്പോലുള്ള ഓരോ നല്ല മനസ്സിൻ്റെയും അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ്ണുവിനെയും കുടുംബത്തെയും ഫ്രണ്ട്സിനെയും. എൻ്റെ പേര് വിഷ്ണു, ഞാൻ മർച്ചനൂർ വർക്ക് ചെയ്യണേ 10 കൊല്ലമായി. ഞാനിവിടെ അപ്പുറത്തൊരു സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങൾ എല്ലാവരും സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ 1 തൊട്ട് 10 വരെ അവിടെ പഠിച്ചത്. അപ്പം 5ാം ക്ലാസ് തൊട്ടാന്ന് തോന്നുന്നത് റെഡ് ക്രോസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അന്ന് തൊട്ട് 2005 തൊട്ട് ഞങ്ങൾ അവിടെ വന്ന് തുടങ്ങിയാണ്. അപ്പം എന്ന് നമ്മ ഒരു രീതിയിലെത്തുന്നു. അന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അന്ന് വിചാരിച്ചാണ്. പണ്ട് 2018 തൊട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളുമായിട്ട് ഇവിടെ വന്നു തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് 2021 അച്ഛൻ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഇവിടെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ കപ്പലിൽ നിന്ന് ഇറങ്ങേണ്ട ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പും കാര്യങ്ങളും നോക്കാതാണ്. അതുകൊണ്ടാണ് നേരത്തെ വന്ന് ഇവിടെ ബുക്ക് ചെയ്തത്. പക്ഷെ സിസ്റ്ററിന് അറിയില്ലായിരുന്നു. അപ്പം എന്തായാലും എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുമിച്ച് ഇത് ഈ ഒരു സദസ്സ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈ കൊണ്ട് നിങ്ങൾക്കും കൂടി ഒരു ഫുഡ് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാലത്ത് എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു? ഒരു 12 മണിക്ക് മുമ്പ് ഞങ്ങളെല്ലാം തീർത്തു. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ വന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലെ കുറേ ആൾക്കാർ, പിള്ളേരായാലും ആരായാലും ഇത് കണ്ടിട്ട് ഇനിയും വരട്ടെ, കാര്യങ്ങൾ ചെയ്യട്ടെ ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം ടൈം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുക, ഇവരെ കാണാൻ, ഇവരുടെ പ്രശ്നങ്ങൾ അറിയുക, ഇവരോട് സംസാരിക്കുക. അപ്പം കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ പ്രസൻസ് ഇവിടെ ഇല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇവിടെ എല്ലാവരും വന്നു, അത് തന്നെ വലിയ കാര്യം. അപ്പം താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. എടപ്പശ്ശിയിലെ സെന്റ് മേരീസ് എന്ന് പറയുന്ന ഇടവകയിലെ യൂത്തിലെ സഹോദരങ്ങളാണ് ഇവിടെ ഉള്ളവരെല്ലാവരും. പിതാവിനെയും അപ്പം മച്ചാനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മ ദം പൊട്ടിക്കാൻ പോവാണ്. ആ ഒരു ചടങ്ങിലോട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ പിള്ളേർ എല്ലാവരും വന്നിട്ടുണ്ട്. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഞാൻ വളരെ താങ്ക്സ് പറയുന്നു. ടൈം സ്പെൻഡ് ചെയ്തതിൽ മെയിനായിട്ട് ഇവിടെ വന്നതിൽ. അപ്പം മച്ചാനെ ഇത് നമ്മുടെ ഷിപ്പില സെയിം റെസിപ്പിനെ ഞാൻ യൂസ് ചെയ്തേക്കണം. പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവരായതുകൊണ്ട് കുറച്ച് നെയ്യും കാര്യങ്ങളും മസാലയൊക്കെ ഞാൻ കുറവാണ്ടിരിക്കണം. കുഴപ്പമുണ്ട്. നല്ല സ്മെല്ല്. കുറേ നേരം ദം ചെയ്തുകൊണ്ട് കപ്പലധികം ദം ചെയ്യാമെങ്കിൽ ടൈം കിട്ടാമല്ലോ. പക്ഷെ ഇവിടെ അടിപൊളിയായിട്ട് ദമ്മായിട്ട് ആവി ഉറക്കണ്ട. അത് തന്നെ അടിപൊളി. ഇനി നമുക്ക് രണ്ടൊന്നിൻ്റെ ഇതെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ചിക്കൻ അല്ല, കേരള ചിക്കൻ എന്ന് പറയും. കേരള ചിക്കൻ നമ്മുടെ കേരളത്തിൽ തന്നെ ഫാം ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ചിക്കനാണ്. ഇത് നമ്മുടെ എന്താ പറയുക, പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചിക്കൻ അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഇതിനുണ്ട് കേട്ടോ. ഈ ഒരു ചിക്കനിൽ നല്ല ചെറിയ അടിപൊളി നെയ്ക്കോഴിയാണ് ചിക്കൻ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വിഷ്ണു കാണിച്ച നല്ല ഒരു പ്രവൃത്തി. അതായത് ഇന്നലെ ഞായറാഴ്ച ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ശനിയാഴ്ച ഫ്രണ്ട്സിൽ രാത്രി ഇവിടെ വരികയും പിന്നെ ഇന്ന് കാലത്തെ ആണെങ്കിലും വന്ന് ഇത്രയും നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭക്ഷണം ഒരുക്കി തന്ന് അമ്മച്ചിമാരോടുള്ള ആ സ്നേഹം മാത്രമല്ല, വിഷ്ണു ഇത് ഇന്ന് ആദ്യമല്ല, ഇപ്പോൾ പല പ്രാവശ്യങ്ങളായി ഇങ്ങനെ വരികയും ഞങ്ങളോടൊത്തായിരിക്കുകയും ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഈ വലിയ മനസ്സിന് കൂട്ടുകാരുടെയും ഒക്കെ നല്ല പ്രവൃത്തിക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. തുടർന്ന് ഞങ്ങളെ സഹായിക്കാനായിട്ട് മനസ്സ് കാണിക്കണം. നിങ്ങളുടെയൊക്കെ നല്ല സേവനം കൊണ്ടാണ് ഞങ്ങൾ ഇത് ഇത്രയും സന്തോഷപ്രദമായ രീതിയിൽ ഈ അമ്മച്ചിമാരെ ഇവിടെ നയിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നന്ദി. വിഷ്ണുവിനും അമ്മച്ചിക്കും അച്ഛനും ഫ്രണ്ട്സിനും എല്ലാവർക്കും നന്ദി. കൈ പൊള്ളിയതല്ല, അതെ സ്റ്റീമില്ലേ ആവി അടിച്ചതാണ്. ഇരിക്കും കാലത്ത്
പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർ കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ ചൊല്ലും അമ്പലം കാണാൻ നാളെ പിന്നാലെ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കളിക്കാൻ വേണോ? ഭക്ഷണം കഴിച്ചിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ട പറയണ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് ഹിന്ദുവാണ്. നമുക്കിന്ന് കളിക്കാം. അവര് കളിക്കാനായിട്ടാണ് എല്ലാം കൂടെ വന്നേക്കണം. ഇവിടെ വെച്ച് അങ്ങാട് അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പറയാം. ഡാൻസിൻ്റെ ആളാണ്. ഡാൻസ് സെറ്റാക്കാൻ പോവാ. എനിക്ക് കളിക്കൂലേ ഞങ്ങളുടെ കൂടെ? അത് കുഴപ്പമില്ല, അങ്ങ് കളിക്കാം. അവരെ വിളിക്കട്ടെ, ഞങ്ങൾ കഴിക്കാന്ന്. നിങ്ങൾ കഴിക്കാം, ഒരുമിച്ച് കഴിക്കാം. എല്ലാരും വിളിക്ക്. നിങ്ങൾ വരുമെന്ന് ഞങ്ങൾ ഇന്നലെ ആയിരുന്നു. ഇന്നലെ പറഞ്ഞാൽ നന്നായി സിസ്റ്റർ. അതെ അല്ലേ? പക്ഷെ ഞാൻ വന്നപ്പോൾ ഡേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അടിപൊളിയാണ്. നിങ്ങൾ കൂടെ വന്നപ്പോൾ കളറായി പരിപാടി. ഞങ്ങൾ മാത്രമാണെങ്കിൽ ജസ്റ്റ് ഇത് കഴിഞ്ഞ് പോയതിന്. അപ്പോൾ കഴിക്കല്ലേ സന്തോഷം. അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ നിന്ന് വന്നേക്കണ കൊച്ചിയിൽ നിന്നാണ് വന്നേക്കണത്. അപ്പോൾ ഇവരും കൂടി വന്നപ്പോൾ കളറായിട്ട് അടിപൊളി പരിപാടിയായിരുന്നു. ഫൈനലി ഞാനും ഭക്ഷണം കഴിക്കേണ്ടത്. ഇത്ര നേരം വീഡിയോ എടുത്ത ജോപ്പനും ഭക്ഷണം കഴിക്കണേ. അടിപൊളി. ആ ഒരു ഇത്ര നേരം കുക്ക് ചെയ്ത് നേരത്തെ ഞങ്ങളുടെ പരിപാടി ഞെട്ടരക്ക് പരിപാടി കഴിഞ്ഞാലേ പക്കയായിട്ട് പ്രോഡക്റ്റ് കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ ചെയ്തതിൽ ഏറ്റവും അടിപൊളി ബിരിയാണിയായിട്ട് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവും. അപ്പോൾ ഞാൻ അടിപൊളി ബിരിയാണി എല്ലാവർക്കും കൊടുത്തതിൻ്റെ ഒരു സംതൃപ്തിയോടെ കഴിക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ വൈൻഡപ്പ് ചെയ്യണ അടിപൊളി പൊക്ക ബിരിയാണി, നല്ല എരിവൊന്നുമില്ലാതെ. ഇന്നത്തെ ദിവസം സന്തോഷത്തോടെയാണ് വിഷുവാണ്. ഞാൻ ആദ്യമായി കണ്ടത് ഈ അമ്പലത്തിലാണ്. വളരെ ഭംഗിയായി ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഇത്രയും വലിയ മകനെ ലഭിക്കാണ്. അവൻ 2002 മുതൽ പൊതുസമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അനുഭവിക്കപ്പെടുന്ന അവരുടെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ലതാണ്. അതോടൊപ്പം ഒരു ബന്ധപ്പെടാണ്. വളരെ എനിക്കറിയില്ല, വളരെ ആഗ്രഹിക്കുന്നത് ഒരു അക്ഷരമാത്രമൊക്കെ പറയാം. ഭയങ്കര സന്തോഷമാണ്. കാരണം എങ്ങനെയൊക്കെയാണ് 48 സാധനങ്ങൾ ജാതിയുടെ പേരിലായി മാധ്യമത്തിന്റെ പേരിലായാലും നിറത്തിന്റെ പേരിലായാലും മാധ്യമത്തിന്റെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ മക്കളെടുത്തുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ സംബന്ധിച്ചത്. ഇനി അടുത്ത ശരിയുള്ള നല്ല മക്കളാണ് ആശംസിക്കുന്നത്. വളരെ നല്ല ഭക്ഷണം, വളരെ മനോഹരമായ വേണ്ടി വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഫേസുകൾ സ്വീകരിച്ചു. നിങ്ങൾക്ക് ഒന്നും ഉറപ്പുണ്ട്, ഇവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങളെ സ്വീകരിക്കുകയും ഭക്ഷണമൊക്കെ തന്ന പ്രിയപ്പെട്ട വിഷ്ണു അമ്മയ്ക്കും വിഷ്ണുവിനും തന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി നിറഞ്ഞ മനസ്സമായിരുന്നു. നമുക്ക് കാപ്പയാണ്. ഇത്രയും നല്ല കാര്യങ്ങൾ അറിവുകൾ പറഞ്ഞു തന്ന ചേട്ടൻ്റെ പേരെന്താ? അലൂസ് ബ്രദറിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭക്ഷണം കഴിച്ച് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നമ്മ ഒരുമിച്ച് കാണാനിടയുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി ഒരു 3 മാസം ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം കപ്പലിൽ പോവും തിരിച്ച്. ഓക്കെ. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ അമ്മക്കും സോന, എല്ലാ ഫ്രണ്ട്സ് ബ്രദേഴ്സിനും ഒരുപാട് നന്ദി. ഇവിടെ വന്നതിന്, ടൈം സ്പെൻഡ് ചെയ്തതിനും, എഫേർട്ട് എടുത്തതിനും എല്ലാത്തിനും. അപ്പോൾ വൺസ് അഗൈൻ നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിക്കൂ. ഇവരെ മാക്സിമം എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുക, സന്തോഷിപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
കയ്യടി കയ്യടി കയ്യടി. I'm trading my shame. I'm laying them down. Told him the Lord. Yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. Yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. Ooh la 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 la. Ooh la 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 la. ഈ കണ്ണു പറഞ്ഞത് അപ്പൊ പൂച്ചിച്ച്